ഒരു സിനിമ ചെയ്തു അംജിത്ത്, ഇപ്പം ഭാവിയിലാണെങ്കിലും ഒരു സിനിമ ചെയ്തു, റിലീസായി, അത് പൊട്ടി, 8 നിലയ്ക്ക് പൊട്ടിയെന്ന് വിചാരിച്ചോ? തീർച്ചയായിട്ടും. ഹൗ യു വിൽ മാനേജ് ദാറ്റ് ഫെയിലിയർ? ഫെയിലിയർ ഉണ്ടെങ്കിലേ സക്സസ് ഉള്ളൂ. അപ്പോൾ എപ്പോഴും സക്സസ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ സക്സസിന് ഒരു വില കാണില്ല. ഇതെല്ലാരും പറയുന്ന ഒരു ഡയലോഗിന്റെ ഇതൊരു ക്ലീഷേ അല്ലെങ്കിൽ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവസാനിക്കും. പക്ഷേ ഇത് എൻ്റെ ലൈഫ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് ഡൗൺസ് കണ്ട ആളാണ്, അതുപോലെ തന്നെ ഒരുപാട് അപ്സ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ ഡൗൺസിനെ ഞാൻ ഈ വന്നിട്ടുള്ള ചെറിയ ചെറിയ അപ്സ് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് വീഴ്ച വന്നാൽ മാത്രമേ ഒരു കുട്ടി സക്സസ്സിനെ നമ്മൾ ആ വീഴ്ചയെ ഓവർകം ചെയ്യുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ അവിടെ. അതുകൊണ്ട് എടുക്കുന്ന പടം എല്ലാം വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രൊഡ്യൂസർമാരും ഇന്ന് കോടീശ്വരന്മാരല്ലേ? സിനിമയല്ലേ? സിനിമ ഞാൻ അതാ പറഞ്ഞത്, സിനിമയെ സത്യസന്ധമായിട്ട് സമീപിക്കുകയാണെങ്കിൽ സിനിമ ചതിക്കില്ല, അത് ഉറപ്പാണ്. ഇത് എൻ്റെ ബിലീവാണ്. അപ്പം നമ്മൾ സത്യസന്ധമായിട്ട് സമീപിക്കുക. ചിലപ്പോൾ മേ ബി ഇൻ ഫസ്റ്റ് അല്ലെങ്കിൽ 10ാമത്തേതിലായിരിക്കും. ഈ ഒരു ട്രാവൽ ഉണ്ടല്ലോ 1 മുതൽ 10 വരെ ഉള്ളത്, അല്ലെങ്കിൽ 10 മുതൽ 20 വരെ. ചിലപ്പോൾ ആ ഒരു 10 മുതൽ 20 വരെ അല്ലെങ്കിൽ 1 മുതൽ 10 വരെ പോകാനുള്ള ഒരു ട്രാവൽ എടുക്കുന്ന ടൈം, അതാണ് സ്ട്രഗിൾ. അതാണ് ഞാൻ കാണുന്ന പേഷ്യൻസ് ഇൻ സിനിമ. അതിലേക്ക് പോകാനുള്ളൊരു ഒരു ടൈമിങ്, അല്ലെങ്കിൽ അതിലേക്ക് പോകാനുള്ളൊരു നമ്മുടെ എഫേർട്ട്, അതാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഞാൻ കാണുന്നത്. അപ്പം എനിക്കൊരു സക്സസ് എന്തായാലും വരും. എന്ത് സക്സസ് എന്ന് ഉദ്ദേശിച്ചത് ഇറ്റ്സ് ഹ്യൂജ് മീൻസ് എല്ലാവരും ബ്ലോക്ക് ബസ്റ്റർ അങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ അതിലേക്കുള്ള ശ്രമമാണ്. ഏത് സിനിമ, ഇപ്പം ആദ്യത്തെ സിനിമ ആയാലും ശരി, ഇപ്പം ചെയ്യാൻ പോകുന്നതായാലും ശരി, ഏത് സിനിമ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോഴും ഇത് ഭയങ്കര സക്സസ് ആയിരിക്കും, ഇത് നമുക്ക് ഇൻഡസ്ട്രി ഹിറ്റ് കൊടുക്കാൻ പറ്റുന്ന, ഇതെല്ലാം പ്ലാനിങ്ങിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ വേണമെന്ന് വെച്ചാൽ ആരും ഒന്നും നശിപ്പിക്കാൻ ചെയ്തില്ല. സാഹചര്യം, ചിലപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എല്ലായിരിക്കും നമ്മൾ കൺസീവ് ചെയ്ത് വെക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത്. പിന്നെ സിനിമ തരും, ഉറപ്പാണ്. അതുകൊണ്ട് പരാജയത്തെ ഓർത്ത് ദുഃഖിക്കാൻ ഞാൻ തയ്യാറല്ല. സക്സസിന് വേണ്ടി ശ്രമിക്കും. അങ്ങനെ തന്നെ പോട്ടെ. തീർച്ചയായിട്ടും.